മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിൽ വിമർശനം ശക്തമാകുന്നു. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. മലപ്പുറം ജില്ലാ വിഭജനമടക്കം ലക്ഷ്യമിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കമെന്നാണ് സൂചന. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മതമൗലികവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമി UDF ഭരണത്തിൽ പിടിമുറുക്കാനുള്ള നീക്കം തുടങ്ങിയത്. അതിന്റെ ഭാഗമായാണ് ജമാഅത്ത് ഇസ്ലാമി നേതാവ് പി. മുജീബ് റഹ്മാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടതെന്നുമാണ് ഉയരുന്ന ആരോപണം. മുസ്ലിം ലീഗിലടക്കം സ്വാധീനം ചെലുത്താൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയുന്നതും ഏറെ ഗൌരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നോക്കിക്കാണുന്നത്. ഇതോടെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്ര മതമൗലികവാദ സംഘടനകൾ ഉയർത്തിയ മലപ്പുറം ജില്ലാ വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ UDFൽ സമ്മർദ്ദം ചെലുത്താനാണ് സാധ്യത. നിലവിലെ രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് സംഘടനാ സംവിധാനവും ആശയപ്രചരണവും വ്യാപിപ്പിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കം. UDF മന്ത്രിമാരും ജമാഅത്ത് ഇസ്ലാമി നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.